തിരുവനന്തപുരത്ത് നെയ്യാറ്റിൻകരയിൽ നിന്നും കാണാതായ വീട്ടമ്മ മരിച്ചുവെന്ന് പോലീസ് സ്ഥിരീകരിച്ചു. കൊലപാതകമാണ് നടന്നതെന്നും അയൽക്കാരൻ വിനോദാണ് കൃത്യം നടത്തിയതെന്നും പോലീസ് പറയുന്നു. വിനോദിനെയും സഹോദരൻ സന്തോഷിനെയും പോലീസ് കസ്റ്റഡിയിലെടുത്തു. വിനോദിന്റെ ഭാര്യയുടെ അമ്മ നൽകിയ നിർണായക മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് വിനോദ് പിടിയിലായത്. തിരുവനന്തപുരത്ത് നെയ്യാറ്റിൻകരയിൽ നിന്നും കാണാതായ സ്ത്രീയെ കൊലപ്പെടുത്തിയെന്ന അയൽവാസിയുടെ വെളിപ്പെടുത്തൽ. പനച്ചുമൂട് പഞ്ചാങ്കുഴി മാവുവിള വീട്ടിൽ പ്രിയംവദയാണ് കൊല്ലപ്പെട്ടത്. അയൽവാസി വിനോദാണ് ഇവരെ കൊലപ്പെടുത്തിയതെന്ന് പോലീസ് പറഞ്ഞു. വിനോദിനെയും സഹോദരൻ സന്തോഷിനെയും പോലീസ് കസ്റ്റഡിയിലെടുത്തു. വർഷങ്ങൾക്ക് മുമ്പ് പ്രിയംവദയെ ഭർത്താവ് ഉപേക്ഷിച്ചുപോയി. അതിനുശേഷം ഒറ്റയ്ക്കായിരുന്നു താമസം. വ്യാഴാഴ്ച മുതലാണ് പ്രിയംവദയെ കാണാതായത്. അമ്മയെ കാണാനില്ലെന്ന് കാണിച്ച് പ്രിയംവദയുടെ പെൺമക്കൾ പോലീസിൽ പരാതി നൽകി. സാമ്പത്തിക തർക്കമാണ് കൊലയ്ക്ക് പിന്നിലെന്നാണ് സൂചന. വിനോദ് നൽകാനുള്ള പണം പ്രിയംവദ തിരികെ ചോദിച്ചു. അതാണ് കൊലയ്ക്ക് കാരണമായത്. വ്യാഴാഴ്ച പ്രതി വിനോദ് പ്രിയംവദയെ വീട്ടിൽ കടന്നുകയറി ആക്രമിച്ചു. ഇതോടെ പ്രിയംവദയ്ക്ക് ബോധം നഷ്ടമായി. ബോധം വന്നപ്പോൾ കഴുത്ത് ഞെരിച്ച് പ്രതി കൊലപ്പെടുത്തി. പിന്നീട് മൃതദേഹം കട്ടിലിനടിയിൽ വെച്ചു. രാത്രി വീടിനോട് ചേർന്ന കുഴിയെടുത്ത മൃതദേഹം മണ്ണിട്ട് മൂടി. പ്രതിയുടെ ഭാര്യാമാതാവിന്റെ വെളിപ്പെടുത്തലിന് ശേഷമാണ് കേസിൽ നിർണായകമായ തെളിവുകൾ ലഭിച്ചതും പ്രതിയെ പോലീസ് പിടികൂടിയതും. ഇന്ന് രാവിലെ വൈദികനോടാണ് ഇക്കാര്യങ്ങൾ ഭാര്യാമാതാവ് സൂചിപ്പിച്ചത്. കൊലപാതകമാണെന്ന് സംശയിക്കുന്നതായും കട്ടിലിനടിയിൽ മൃതദേഹം കണ്ടുവെന്ന് വിനോദിന്റെ മകൾ തന്നോട് പറഞ്ഞിരുന്നുവെന്നും വിനോദിന്റെ ഭാര്യാമാതാവ് വൈദികനോട് പറഞ്ഞു. പിന്നാലെ വൈദികൻ പോലീസിനെ വിവരമറിയിക്കുകയായിരുന്നു. അതുകൂടാതെ വിനോദിന്റെ വീടിന് സമീപം മണ്ണിട്ട് മൂടിയ നിലയിലും കണ്ടെത്തിയിരുന്നു. തന്റെ വീടിന് സമീപത്ത് രക്തക്കറ കണ്ടതായി അയൽവാസി സരസ്വതിയും പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട്. പ്രിയംവദയുടെ ആത്മസുഹൃത്തായിരുന്നു വിനോദ്. വിസ്മയ ന്യൂസ്, തിരുവനന്തപുരം.